നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലിരിക്കുന്ന ആളുമായിട്ട് നിങ്ങളുടെ കമ്പാറ്റബിലിറ്റി, പൊരുത്തം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള പൊരുത്തം ഇതാണ് നോക്കുന്നത്. അപ്പോ ഇത് ഫ്രണ്ട്ഷിപ്പിലും നമുക്ക് നോക്കാവുന്നതാണ്, അതുപോലെ ലവ് റിലേഷൻഷിപ്പിലും നോക്കാവുന്നതാണ്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം എന്നെ. അപ്പൊ നമുക്ക് റീഡിംഗ് തുടങ്ങാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭവാനി ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭവാനി ഭവാനി താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോവാണ് കാർഡുകള്. ഒന്നാമത്തെ കാർഡ് പറയുന്ന നിങ്ങളൊരു വഴിത്തിരിവിലാണ്. നിങ്ങൾക്ക് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് അറിയാതെ നിങ്ങളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സഹായം ആവശ്യപ്പെടണം. ദൈവം നിങ്ങളെ ഏത് വഴിക്കാണ് നിങ്ങൾ പോകേണ്ടതെന്ന് കാണിച്ചു തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കണം. നമ്മളെ മനസാക്ഷി നമ്മളോട് പറയുന്നത് നമ്മൾ എന്തായാലും അവഗണിക്കരുത്, അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ്, നിങ്ങൾ ഇപ്പൊ ഒരു പുതിയ റിലേഷൻഷിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ വിവാഹം കഴിച്ചിരിക്കുന്ന ആളുകളാണ്, പുതിയതായിട്ട് വിവാഹം കഴിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണ്, പുതിയമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് വേണം പോകാൻ. എക്സൈറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഉണ്ടാവും പുതിയ കാര്യങ്ങളാവുമ്പോൾ, പക്ഷെ എന്നാലും കുറച്ചൊന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നുണ്ട്. നിങ്ങൾ ആ ദൈവത്തിനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരുന്നുണ്ട്, വഴി കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് അറിയാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം നേരിട്ട് വന്ന് നമ്മളെ സഹായിക്കില്ലല്ലോ. നമ്മളെ പല വഴിക്കാണ്, മെസ്സേജസ് ആയിട്ട്, സ്വപ്നത്തിൽ കൂടെ, അതുപോലെ തന്നെ രണ്ടുപേര് സംസാരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയാണ് ദൈവം നമുക്ക് വഴി കാണിച്ചു തരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതൊന്നും അവഗണിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുവാനുള്ള ഒരു ഒരു ക്യാരക്ടർ വളർത്തിക്കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അടുത്ത കാർഡും അത് തന്നെയാണ്, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നോക്കണം. അയ്യോ എനിക്ക് ഇങ്ങനെ പറ്റി, ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്ക് ഇനി ജീവിക്കണ്ട എന്നൊക്കെ പറയില്ലേ നമ്മള്, ഡ്രാമ. അപ്പൊ അതൊന്നും വേണ്ട. നമ്മള് പ്രശ്നങ്ങളുണ്ട്, അതിനെ ദൃഢനിശ്ചയത്തോടെ അതിനെ സോൾവ് ചെയ്യാൻ മുന്നിട്ടിറങ്ങണം എന്ന് പറയുന്നുണ്ട്. അല്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. താങ്ക് യു ഭഗവാനെ. അപ്പോ ഇതാണ് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് വന്നിരിക്കുന്നത്. ഇനി നമ്മള് റീഡിങ്ങിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് കുറച്ച് കാർഡുകൾ എടുക്കാനുണ്ട് കേട്ടോ. ഞാനത് കാർഡ് സെലക്ട് ചെയ്തിട്ട് വെക്കാം. നമുക്ക് ഒന്ന് രണ്ട് പിന്നെ ഒരു മൂന്നാമത്തെ കാർഡ് ഇവിടെ. പിന്നെ നമുക്കൊരു 4ഉം 5ഉം കാർഡ് വേണം. 5ഉം കാർഡ്, 6ഉം 7ഉം കാർഡ്. കുറച്ചധികം കാർഡ് വേണ്ടി വരും. പിന്നെ നമുക്ക് ഒരു കാർഡും കൂടെ വേണം കേട്ടോ. തിരിച്ചു, കുഴപ്പമില്ല. ഇതിന്റെ ഓവറോൾ എനർജി 7 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. ക്ഷമയോടെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യവും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി റിസൾട്ട് വേണം. അപ്പൊ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല, കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു കാർഡാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ക്ഷമ വേണം.
എന്നാണ് പറയുന്നത്. കാര്യമായിട്ടുള്ള ഹാർഡ് വർക്ക് നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് വർക്ക് ചെയ്ത് മാക്സിമം നോക്കിയിട്ട് അത് സക്സസ്ഫുൾ ആകാനുള്ള അതിന്റെ റിസൾട്ട് വരാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാർഡ് എടുക്കാൻ പോവുകയാണ്. അത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഒന്നാമത്തെ കാർഡ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ വളരെ പ്ലാനിങ്ങോട് ആക്ഷൻ എടുത്തിട്ടില്ല. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിലാണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ആക്ഷൻ എടുക്കാൻ റെഡി ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇതിന്റെ നല്ല വശം, ചീത്ത വശം, ഇതുകൊണ്ട് എന്താണ് ഗുണം, ഇതുകൊണ്ട് എന്താണ് ഭവിഷ്യത്ത്, ഇതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ പേജ് ഓഫ് വാൻസ് ആണ്. പേജസ് എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യാൻ, ആക്ഷനിലൂടെ റിസീവ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ബന്ധത്തിന് എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ഇതിൽ നിന്ന് ആക്ഷൻ വേണം, ഇതിൽ നിന്ന് കാര്യങ്ങൾ നടക്കണം, ഈ റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ നടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആയിട്ടുള്ള ആക്ഷൻ ഒന്നും നിങ്ങൾ എടുത്തിട്ടില്ല. നിങ്ങൾ എപ്പോഴും പ്ലാനിങ് സ്റ്റേജിലാണെന്നാണ് പറയുന്നത് കേട്ടോ. അവരെന്താണ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്? ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്. അവർ വളരെ ക്ഷമയും, അവർ പൊതുവെ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴും അവര് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അപ്പൊ ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് റിലേഷൻഷിപ്പിൽ. ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങളെ ഇവര് ചൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മനസ്സിൽ ഇവര് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവര് ഈ റിലേഷൻഷിപ്പിലേക്ക് കയറില്ലായിരുന്നു. ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണത്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ മറ്റുള്ളവരെ പരിചരിക്കുന്ന ഒരാളാണ്. കരിയറും ഫാമിലി റിലേഷൻഷിപ്പും ഒരുപോലെ കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള ഒരു എനർജിയാണ്. വളരെ ജനറസ് ആയ അവരുടെ സമയവും സ്നേഹവും അവരുടെ പൈസയും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ അവർ തയ്യാറാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ കാർഡ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഫൂൾ കാർഡാണ് വന്നേക്കുന്നത്. ഫൂൾ കാർഡ് എന്ന് പറയുമ്പോൾ അഡ്വെഞ്ചറസ് ആണ്, ഇമ്പൾസീവ് ആണ്. അതുപോലെ തന്നെ ഒരു 3 ക്യാരക്ടർ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ബ്ലൈൻഡ് ആയിട്ട് ലവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി. അപ്പൊ ഒരാള് സ്നേഹത്തിലേക്ക് പോകുമ്പോൾ എടുത്തും ചാടി ഇറങ്ങുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അതാണ് നിങ്ങളിലേക്ക് ഈ വ്യക്തിയെ അട്രാക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഈ ക്യാരക്ടർ, കാരണം ഈ വ്യക്തിക്ക് പറ്റില്ല. ഈ വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ 100 പ്രാവശ്യം ആലോചിക്കും, വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ കാര്യങ്ങൾ നടന്ന് കിട്ടും. അപ്പൊ നിങ്ങളുടെ ഈ അഡ്വെഞ്ചറസും ഈ ഇമ്പൾസീവ് ആയ കാര്യങ്ങളും പിന്നെ കുറച്ചൊരു കുട്ടികളെ പോലത്തെ സ്വഭാവമൊക്കെ ഈ വ്യക്തിക്ക് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇത് ഏരീസ് അക്വേറിയസ് ആണ്. അടുത്ത കാർഡ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്. ഇവിടെ ഈ വ്യക്തി നിങ്ങൾക്ക് ഫ്രീഡം തരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഫ്രീഡം വേണം. നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്നതോ കൺട്രോൾ ചെയ്യുന്നതോ നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഈ വ്യക്തിയുടെ കൂടെയുള്ള റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങൾക്ക് മാക്സിമം ഫ്രീഡം തരും, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. ഈ വ്യക്തിയെ നിങ്ങളെ കുറിച്ച് ഈ വ്യക്തിയാണ് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ചാല്, ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു ലോങ് ടേം പ്ലാൻ റിലേഷൻഷിപ്പിന് റെഡിയാണ്. മനസ്സിലായി? നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസം റിലേഷൻഷിപ്പിലേക്ക് കയറി പിറ്റേ ദിവസം ഇറങ്ങി പോകുന്ന ആളല്ല. ബോറടിക്കുന്നു, എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട, ഞാൻ വേറെ ആരുടെ കൂടെ പോവാണ് എന്ന് പറയുന്ന ഒരു എനർജി അല്ല നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ വളരെ പ്രൗഢിയുള്ള നല്ല കുടുംബത്തിൽ ജനിച്ച ഇഷ്ടംപോലെ പണമുള്ള വളരെ കൺസർവേറ്റീവ് ആയ ഒരാളാണ്. കൂടാതെ ഈ വ്യക്തിയുടെ ഫാമിലി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ സ്റ്റേറ്റസിലുള്ള ആളുകളാണ്, ഒരേ പദവിയിൽ ജീവിക്കുന്ന ഒരേ ലെവലിലുള്ള ആളുകളാണെന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. സോറി, എനിക്കൊരു ആന്തല് വന്നു. വ്യക്തിയെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഫാമിലി സ്റ്റേറ്റസ് ഉള്ള ആളുകളാണ്, പണവും ഏകദേശം ഒരേപോലെ ഉള്ളവരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തി വളരെ കൺസർവേറ്റീവ് ഒരാളാണ്, ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്റെ പാരന്റ്സും എന്റെ ഫാമിലിയും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നതും നിങ്ങളുമായിട്ട് ബന്ധം തുടങ്ങിയിരിക്കുന്നത് ഇവരുടെ ഫാമിലി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും, അതിന് വേണ്ട ഒരു ഇതുണ്ട്, നിങ്ങൾക്ക് ആ ലെവലിലുള്ള ഒരാളാണ് നിങ്ങൾ എന്നാണ് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണത്. നമ്മളുടെ അടുത്ത ചോദ്യം, നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാതിരിക്കുന്ന എന്ത് കാര്യമാണുള്ളത്?
ഈ വ്യക്തിയെ നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയുടെ പെരുമാറ്റ രീതിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഈ വ്യക്തിക്ക് പൈസ നഷ്ടമായി, ഈ വ്യക്തി ചിലപ്പോൾ ആദ്യം ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, ആ റിലേഷൻഷിപ്പ് ആരോ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വിവാഹം ഡിവോഴ്സിലായിരുന്നു ഈ വ്യക്തി എന്നൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും ഈ വ്യക്തിയെ ബാധിച്ചിട്ടില്ല. ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനസ്സുള്ള ആളാണ്. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതിനെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരാളാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സിമ്പതി ഈ വ്യക്തിയോടുണ്ട്. കൂടാതെ നിങ്ങൾ ഈ വ്യക്തിയെ നോക്കുന്നത്, ഈ വ്യക്തിക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ നിങ്ങൾ പണം കൊടുത്ത് സഹായിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വേറൊരു മെന്റാലിറ്റി ഇവിടെ വരുന്നത് വെച്ചാൽ, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അയാളുടെ കൺട്രോള് നമ്മളിലേക്ക് വരുമെന്നൊരു മിഥ്യാബോധം നിങ്ങൾക്കുണ്ട് ഈ വ്യക്തിയെ കുറിച്ചിട്ടാന്ന് പറഞ്ഞത്. തെറ്റാണത്. ഈ വ്യക്തി നിങ്ങളുടെ കൺട്രോളിൽ വരില്ല. നിങ്ങൾ എന്ത് കൊടുത്ത് ഈ വ്യക്തിയുടെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും ഈ വ്യക്തി നിങ്ങളുടെ കൺട്രോളിൽ വരാത്തൊരു ക്യാരക്ടറാണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഈ റിലേഷൻഷിപ്പിൽ ഫ്രീഡം ആഗ്രഹിക്കുന്നത്, ഈ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഈ വ്യക്തിയെ ആരും കൺട്രോൾ ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മെന്റാലിറ്റിയോടെ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത്. ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഇതും ടോറസ് വെർഗോ കാപ്രിക്കോൺ. കുറെ പണത്തിന്റെ ഒരു പരിപാടി ഇവിടെ വരുന്നുണ്ട്. ഇനി നിങ്ങളെ കുറിച്ച് ഈ വ്യക്തി മനസ്സിലാക്കാത്ത എന്ത് കാര്യമാണ്? നിങ്ങൾക്ക് കുറച്ച് കള്ളത്തരമുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യില്ല. ചില സമയത്ത് നിങ്ങൾ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്കറിയോന്ന് അറിയില്ല. എന്തായാലും ഈ വ്യക്തിക്ക് നിങ്ങൾ ഈ പുറമേ കാണിക്കുന്ന, ആരെയും ചുഴിഞ്ഞു നോക്കാത്ത ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ പുറമേ കാണിക്കുന്ന ഈ ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് ശരിക്കുമുള്ളത്. നിങ്ങൾ ഒരു കള്ളത്തരവും ഇല്ലാത്ത ഒരാളാണ് എന്ന് ആണ് ഈ വ്യക്തി ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല എന്നാണ് ടാരോ പറയുന്നത്. ടാരോ പറയുന്നത് നിങ്ങൾക്ക് കുറെ കള്ളത്തരങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പ്രവർത്തിക്കുന്ന ആളല്ല. സത്യം മുഴുവനായിട്ട് പറയുന്നതല്ല. നുണ പറഞ്ഞില്ലെങ്കിലും സത്യം മറച്ചു വെക്കാൻ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പൊ എല്ലാ സമയവും നിങ്ങൾ വളരെ എന്താ പറയാ, സത്യസന്ധമായിട്ട് പെരുമാറുന്ന ഒരു എനർജി അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് ആണ്. അപ്പൊ ഈ വ്യക്തി നിങ്ങള് നേരെ വാ നേരെ പോ എന്ന ഒരു സ്വഭാവമുള്ള ആളാണെന്നാണ് കരുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് തെറ്റാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവസാനത്തെ കാര്യം, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതൊരു ഹാങ്ഡ് മാൻ ആണ്. ഈ റിലേഷൻഷിപ്പില് റിലേഷൻഷിപ്പ് അതുകൊണ്ടാണ് ഇവിടെ പേഷ്യൻസ് വേണം. ഇപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ, ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ കുറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ട്. കാരണം രണ്ടുപേരും രണ്ട് സ്വഭാവമുള്ള, ഒരാള് ഫയർ സൈൻ ആയിരിക്കാം, ഒരാൾ എർത്ത് സൈൻ ആയിരിക്കാം. അപ്പൊ ഒരാൾ ഇമ്പൾസീവും ഒരാൾ ഭയങ്കര ഗ്രൗണ്ട് ഇരുത്തം എന്ന ഒരാളായിരിക്കും. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഒരു പിടിവലി ഉണ്ടാവും, ഒരു കൺട്രോളിന് വേണ്ടിയുള്ള പിടിവലി. അതുപോലെ തമ്മിൽ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രശ്നം, അതൊക്കെ ഉണ്ടാവും. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങള് ഒരു റിലേഷൻഷിപ്പിന്റെ നിങ്ങളുടെ വ്യൂ പോയിന്റ് കൂടെയല്ല, അപ്പുറത്തെ ആൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഇയാളെന്താ ഇങ്ങനെ പെരുമാറുന്നത്, എന്റെ പോലെയല്ലേ പെരുമാറുന്നത്, അപ്പൊ എന്റെ പോലെ പെരുമാറിയില്ലെങ്കിൽ മറ്റേയാൾ പെരുമാറുന്നത് തെറ്റാണ്, അയാളുടെ വീക്ഷണം തെറ്റാണ്, അയാളുടെ പെരുമാറ്റം തെറ്റാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതല്ല, മറ്റേയാൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു, അത് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഈ വ്യക്തി ഇങ്ങനെ, നമ്മൾ അങ്ങനെ അടിമയാവണം എന്നല്ല, എന്നാലും നമ്മളുടെ സൈഡിൽ എന്തെങ്കിലും ആദ്യം ഇതൊന്ന് ഡയഗ്നോസ് ചെയ്യണം. എന്നുവെച്ചാൽ ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം, എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ പ്രശ്നമുണ്ട് എന്റെ സൈഡിലല്ല അയാളുടെ സൈഡിലാണ്, അയാളാണ് പ്രശ്നം എന്ന് പറഞ്ഞ് എടുത്തു ചാടി ഉപേക്ഷിച്ച് പോകരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതിൽ കുറച്ച് ക്ഷമയോടെ നിങ്ങൾ പ്രശ്നം എവിടെയാണ്, പ്രശ്നമുണ്ടെങ്കിൽ അത് എവിടെയാണ്, നിങ്ങളിലാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, ക്ഷമ പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുക. മനസ്സിലായോ? അയാളിലാണെങ്കിൽ അയാളോട് പറയുക, ഇങ്ങനെയാണ് കാര്യങ്ങൾ, എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഇഷ്ടമല്ല, കാരണം ഈ റിലേഷൻഷിപ്പിന് നല്ലൊരു ഭാവിയുണ്ട്. കുറച്ച് ക്ഷമയോടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വേറെ വരാനില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ കുറച്ച് ക്ഷമയോടെ പ്രവർത്തിക്കുക. എല്ലാം വേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. കുറച്ച് സമയം കൊടുക്കുക, എടുത്തു ചാടി റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകരുതെന്നാണ് പറയുന്നത്. നല്ല റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. അപ്പോ പൈസീസ് സോഡിയാക് സൈൻ ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും
ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.